ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ തെറ്റുകളെക്കുറിച്ചാണ്. അതായത് കുറേ അധികം തെറ്റുകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഈ വ്യക്തിയുടെ വീട്ടുകാരെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദൂരമുള്ളൊരു സ്ഥലത്തൊക്കെ ആയിരിക്കാം നിൽക്കുന്നത്. അതായത് എല്ലാവരിൽ നിന്നും വിട്ടുമാറിയിട്ട് ചിലപ്പോൾ ഈ വ്യക്തി നിൽക്കുന്ന ഇതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ആരോടും സംസാരിക്കുന്നില്ല. ഓക്കെ, ആരോടും ഒന്നും തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. എല്ലാത്തിലും ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വ്യക്തിയുടേത്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നതും അതൊക്കെ തന്നെയാണ്. അതായത് ഒരു കാര്യത്തിൽ ഞാൻ സ്റ്റക്കായി നിൽക്കുന്നു. അതായത് എല്ലാത്തിലും, അതായത് റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഫാമിലി ആയിട്ടായാലും ആ ഒരു ബോണ്ട് ഈ വ്യക്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുക എന്ന് ആലോചിച്ചാൽ പോലും ഈ വ്യക്തിക്ക് അത് സാധിക്കാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും. ഓക്കെ, ഇപ്പോൾ ദേഷ്യപ്പെട്ടാൽ തന്നെ പെട്ടെന്ന് കാം ഡൗൺ ആവും. പക്ഷെ അതൊരു പബ്ലിക്കിലാണ് ആ ഒരു ദേഷ്യപ്പെടുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീലാകുന്നത് എന്ന് ഈ വ്യക്തി ആ നേരം ചിന്തിച്ചില്ലെങ്കിലും ഇപ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എടുത്തു ചാടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയെ ഇപ്പോൾ വളരെയധികം കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നു ചേരുന്നുണ്ടാകും. ഓക്കെ, ചിലപ്പോൾ ഈ വ്യക്തി അതൊക്കെ ഓർത്തിട്ട്, അതായത് ഈ വ്യക്തി ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ ആ ഒരു വീർപ്പൂട്ടൽ, നിങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്നതാണ്. ഓക്കെ, നിങ്ങളോട് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല, പക്ഷേ സാധാരണ രീതിയിൽ ചിലപ്പോൾ ഇവർ സംസാരിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവർക്കിപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവർ ചിലപ്പോൾ അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കരഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് അത് കരഞ്ഞ് നിങ്ങളെയും കൂടി വിഷമിപ്പിക്കാൻ ഇവർക്ക് ഒരു ആഗ്രഹവും ഇല്ല എന്ന് തന്നെയാണ്. ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടോ ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നില്ല. ഓക്കെ, എല്ലാം എടുത്തുചാട്ടത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമാണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ വിളിക്കണം, നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർക്ക് എന്തോ ഒന്നത് സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തി ഇനിയും ബെറ്റർ ആവാനുണ്ട് എന്നതാണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പറ്റിയ ഒരാളല്ല ഇവർ. ഓക്കെ, നിങ്ങളെ ഇതിലൊരു ട്രാപ്പ് പോലെ ഞാൻ ഇട്ടിരിക്കുന്ന പോലെയാണ് ഈ വ്യക്തി ഇപ്പോൾ കാണുന്നത്. അതായത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് എങ്ങനെയോ പെട്ടുപോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാപ്പിൽ നിന്നും മാറ്റണം എന്ന് ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഈ വ്യക്തി തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ ഈ വ്യക്തി കാരണം കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണത്താലൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം വിഷമം ഇവിടെ കാണിക്കുന്നുണ്ട്. അതേ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്ക് എന്ന രീതിയിൽ. ഓക്കെ, അതായത് അങ്ങനെ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി അറിഞ്ഞ ആ ഒരു കാര്യം, അതായത് നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ വ്യക്തിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ചിലപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതാവാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി ആവാം. ഓക്കെ, അപ്പോൾ
നിങ്ങളെക്കുറിച്ച് എന്തോ ഒന്ന് ഈ വ്യക്തി അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതിലും വിഷമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ വ്യക്തി വീർപ്പ് മുട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം കൂടുതൽ എഫേർട്ട് ഇട്ട് ഈ വ്യക്തിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. അതൊക്കെ അവരിപ്പോൾ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പാസ്റ്റ് ഈ വ്യക്തിക്ക് മറക്കാനും അതായത് പ്രസൻറ്റിലും ഫ്യൂച്ചറിലേക്കും നല്ലപോലെ ജീവിക്കണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതായത് എല്ലാ തെറ്റുകളും താൻ ചെയ്തു, അതിന് താൻ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു എന്നതാണ്. അതായത് ദൈവത്തോട് ഈ വ്യക്തി വളരെയധികം മാപ്പ് ചോദിക്കുന്നു. നിങ്ങളോട് ഈ വ്യക്തി മനസ്സിൽ വളരെയധികം മാപ്പ് ചോദിക്കുന്നുണ്ട്. ഓക്കെ. അതായത് നിങ്ങളുടെ ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ഈ വ്യക്തി കാരണം ഇല്ലാതെയായി പോയി എന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. അതായത് ഈ വ്യക്തി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ അതായത് നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ലാത്ത ഒരു സർക്കിൾ പോലെ. അതായത് ഈ വ്യക്തിയോട് പറയാണ്ട് എന്തെങ്കിലും ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കില്ല. ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി ചെയ്യണ്ട എന്ന് പറയുന്ന കുറേ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ. അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ. അപ്പോൾ അതൊക്കെ എന്തിനാണ് താൻ അങ്ങനെ ചെയ്തത് എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നതും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അതായത് നിങ്ങൾ അന്നും ഇന്നും എന്നും ഈ വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടാകും. ഓക്കെ. അതായത് ഈ വ്യക്തിയെ സഹിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഓക്കെ. സഹിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ വ്യക്തി ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഇവരുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഇവരെന്താണ് ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് ഇവർക്ക് കൃത്യമായുള്ള ഒരു ധാരണ ഇപ്പോഴാണ് ഇവർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാലം എന്ന് പറയുന്നത് ഈ വ്യക്തി എന്തിനോ വേണ്ടി ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ താൻ എന്താ ചെയ്യുന്നതെന്നും താൻ എന്താ ആലോചിക്കുന്നതെന്നും ഒന്നും ഈ വ്യക്തിക്ക് അതായത് ഒരു ബോധമില്ലാത്ത ഒരു അവസ്ഥ. അതായത് ഇങ്ങനെ താൻ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഈ വ്യക്തിക്ക് ഓൾറെഡി ജീവിതത്തിൽ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ സ്ട്രെസ്സ് ഉള്ള ആളായിരിക്കാം. ഓക്കെ. അപ്പോൾ അതിനൊക്കെ ഈ വ്യക്തി തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറേ കാര്യങ്ങൾ ഈ വ്യക്തി തരണം ചെയ്ത് വരാനായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. ഓക്കെ. അതായത് ഒരു ജീവിത ചിട്ടയൊക്കെ വരുത്താനായിട്ട് ഇവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് താൻ നഷ്ടപ്പെടുത്തിയ കുറേ നല്ല നിമിഷങ്ങൾ ഈ വ്യക്തി തിരിച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം എവിടെയെങ്കിലും സ്ഥലത്ത് നിങ്ങളുടെ ഒപ്പം പോകുന്നതായിരിക്കാം. ഓക്കെ. എന്തുമായിക്കോട്ടെ, ഇപ്പോൾ നഷ്ടപ്പെട്ടതൊക്കെ ഈ വ്യക്തി തിരിച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത് നിങ്ങളാണ്. ഓക്കെ. അങ്ങനെയാണ് ഇവരിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഓക്കെ. പിന്നെ ഈ വ്യക്തിയുടെ കരിയറിലായാലും അതായത് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതായത് ഇപ്പോഴാണ് അവർ ജീവിതത്തെക്കുറിച്ചും പൂർണ്ണമായിട്ട് ആലോചിക്കുന്നതും എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടതെന്നും എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു ക്ലാരിറ്റി ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ വ്യക്തി പഴയതുപോലെയല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടാണെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അതായത് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നവർ, ചിലപ്പോൾ ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം, നിങ്ങളുണ്ടാകും, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ സിബ്ലിങ്സോ അങ്ങനെയൊക്കെ. അതായത് ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഈ വ്യക്തി വളരെയധികം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ ഈ വ്യക്തിയെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ അങ്ങനെയുള്ള കണക്ക് കൂട്ടലുകൾ മാത്രമാണുള്ളത്.
പിന്നെ നിങ്ങളായിട്ട് സംസാരിക്കണം, നിങ്ങളുടെ സംസാരം കേൾക്കണം, നിങ്ങളോട് കുറേ നേരം സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുന്നേ നടന്ന കാര്യങ്ങൾ, അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഓർത്തിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം കുറ്റബോധമുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എങ്ങനെയാണ് തിരിച്ചു വരിക? ഓക്കെ, നിങ്ങൾ അത്രയും വെറുപ്പിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് തിരികെ വരുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ അടിമുടി മാറാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും ഇവർ മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും ഉയരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് സ്പിരിച്വലി ആയാലും, കരിയറിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിലായാലും ഒക്കെ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും ഈ വ്യക്തി വളരെയധികം ഉയരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ സമയമാണിത്. ഓക്കെ, അപ്പോൾ അതായത് പഴയ കാര്യങ്ങളൊക്കെ താൻ വിട്ടുകളഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ട് താൻ മാറാനായിട്ട് ശ്രമിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ മറ്റേ ഓർമ്മക്കുറവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബെറ്റർ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്ന പോലെയാണ്. അതായത് നിങ്ങളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ, അതായത് നിങ്ങളുടെ സംസാരം കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന പോലെ ഒക്കെയാണ് ഇവരിപ്പോൾ, അതായത് ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ വളരെയധികം ഫ്രീഡം, അതായത് ഇപ്പോൾ പഴയതുപോലെ ഭയങ്കര കൺട്രോളിങ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി മുതൽ. അതായത് ഓരോരുത്തർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാവാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അല്ലാണ്ട് അപ്പുറത്ത് എന്താണെന്ന് ആലോചിക്കാതെ, അതായത് നിങ്ങൾക്ക് എങ്ങനെ ഫീലാവും എന്ന് ആലോചിക്കാതെ എടുത്തു ചാടി ഒരു കാര്യം പറയുന്ന പോലെയല്ല ഇനി മുതൽ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.